നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഒരു ക്രിക്കറ്റ് താരത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് വിരമിച്ചതിന് ശേഷവും ആ രംഗത്ത് കിട്ടുന്ന ആദരവ്. അത്തരത്തിൽ ഒരു ആദരവ് ധോണിക്കായി സമർപ്പിച്ചിരിക്കുകയാണ് BCCI. കരിയറിൽ ധോണി ധരിച്ച 7ാം നമ്പർ ജേഴ്സി BCCI പിൻവലിച്ചു. ഇന്ത്യൻ ടീമിന്റെ എക്കാലത്തെ മികച്ച നായകനും ടീമിന് വലിയ സംഭാവനകൾ നൽകിയ നായകനുമാണ് മഹേന്ദ്ര സിംഗ് ധോണി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തോടുള്ള ആദരവ് BCCI പ്രകടിപ്പിച്ചത്. ഇതിനു മുൻപ് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കറുടെ 10ാം നമ്പർ ജേഴ്സിയും ആദര സൂചകമായി BCCI പിൻവലിച്ചിരുന്നു. പിന്നീട് ഇന്ത്യൻ താരം ഷർദൂർ താക്കൂർ 10ാം നമ്പർ ജേഴ്സി കുറച്ചുകാലത്തേക്ക് ധരിച്ചിരുന്നുവെങ്കിലും ഈ തീരുമാനത്തിനെതിരെ ശക്തമായ എതിർപ്പ് ഉയർന്നതോടെ 10ാം നമ്പർ ജേഴ്സിയും സച്ചിനോടൊപ്പം വിരമിച്ചതായി BCCI പ്രഖ്യാപിക്കുകയായിരുന്നു. നിലവിൽ ഇന്ത്യൻ താരങ്ങൾക്ക് 60 വ്യത്യസ്ത നമ്പറുകളിലുള്ള ജേഴ്സികൾ ലഭ്യമാണെന്നും BCCI വ്യക്തമാക്കി. ഒരു താരം ഒരു വർഷത്തിലധികം ടീമിന് പുറത്തിരുന്നാലും അയാൾ തിരഞ്ഞെടുത്ത ജേഴ്സി നമ്പർ നഷ്ടപ്പെടുകയില്ല. അതിനുവേണ്ടിയാണ് 60 വ്യത്യസ്ത നമ്പറുകൾ ഇന്ത്യൻ താരങ്ങൾക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. പുതിയതായി ടീമിലെത്തുന്ന താരത്തിന് 30ഓളം വ്യത്യസ്ത നമ്പറുകളിൽ നിന്നും ജേഴ്സി തിരഞ്ഞെടുക്കാനാകും. CR7 എന്നൊരു ബ്രാൻഡ് ഫുട്ബോളിൽ മാത്രമല്ല കായിക ലോകത്തിൽ തന്നെ പരിചിതമായ ഒന്നാണ്. എന്നാൽ ക്രിക്കറ്റിൽ 7ാം നമ്പർ ജേഴ്സി പ്രസിദ്ധമായത് അത് മഹേന്ദ്ര സിംഗ് ധോണിയുടെ പേരിലാണ്. ക്രിക്കറ്റിൽ 7ാം നമ്പറിന് ഒരേ ഒരു അവകാശി മാത്രമുള്ളത് ധോണിയാണ്. 7ാം നമ്പർ ജേഴ്സി ധരിച്ച 3 ICC കിരീടങ്ങൾ സമ്മാനിച്ച ക്യാപ്റ്റൻ കൂടിയാണ് അദ്ദേഹം. 7ാം നമ്പർ ജേഴ്സി അണിഞ്ഞ ധോണി ഇന്ത്യയെ നയിച്ചത് അസാധ്യമെന്ന് കരുതിയ പല ഉയരങ്ങളിലേക്കുമാണ്. ഇന്ത്യൻ ടീമിനും ക്രിക്കറ്റിനും മഹിയുടെ സംഭാവനകൾ മറക്കാനാവില്ല. ഇനി ഇതുപോലൊരു നായകനെ ടീമിന് ലഭിക്കില്ല എന്ന് തന്നെ പറയാം. ധോണിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യ 28 വർഷത്തിന് ശേഷം 2011 ലോകകപ്പ് കിരീടം നേടിയത്. ഇതോടെ ഏകദിന ലോകകപ്പും T20 ലോകകപ്പും ഏറ്റുവാങ്ങിയ ഒരേ ഒരു ക്യാപ്റ്റൻ എന്ന പദവി ധോണി സ്വന്തമാക്കി. 2017 ഇന്ത്യൻ ഗവൺമെന്റ് ധോണിയെ പത്മഭൂഷൺ നൽകി ആദരിച്ചു. സെവൻസ് എന്ന വസ്ത്ര നിർമ്മാണ ശൃംഖലയുടെ ഉടമസ്ഥനാണ്. കൂടാതെ ചെന്നൈ FC സഹ ഉടമസ്ഥൻ കൂടിയാണ് ധോണി. 2020 ഓഗസ്റ്റ് 15 MS ധോണി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത്. വിരമിച്ച 3 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ക്രിക്കറ്റിന്റെ നായകൻ ആരെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമുള്ളൂ, മഹേന്ദ്ര സിംഗ് ധോണി എന്ന MS ധോണിയാണ്. എന്തുകൊണ്ടും ധോണിക്ക് ഇപ്പോൾ നല്ല കാലമാണെന്ന് തോന്നുന്നു. കാരണം ധോണി നൽകിയ കോടതി അലക്ഷ്യ കേസിൽ IPS ഉദ്യോഗസ്ഥൻ തടവ് ശിക്ഷ വിധിച്ച മദ്രാസ് ഹൈക്കോടതിയും രംഗത്തെത്തി. 2013 IPL ഒത്തുകളിയുമായി ധോണിയെ ബന്ധപ്പെടുത്തിയ IPS ഉദ്യോഗസ്ഥൻ സമ്പത് കുമാറിന് 15 ദിവസത്തെ തടവ് ശിക്ഷയാണ് കോടതി നൽകിയിരിക്കുന്നത്. ജസ്റ്റിസ് SS സുന്ദർ, ജസ്റ്റിസ് സുന്ദർ മോഹൻ എന്നിവരാണ് ഹർജി പരിഗണിച്ചത്. എന്നാൽ വിധിക്കെതിരെ അപ്പീൽ പോകുവാനായി 30 ദിവസത്തെ സമയം സമ്പത് കുമാറിന് കോടതി അനുവദിച്ചിട്ടുമുണ്ട്. ടെലിവിഷൻ സംവാദവുമായി ബന്ധപ്പെട്ട സമ്പത് കുമാറിനും മീഡിയ കോർപ്പറേഷനുമെതിരെ 2014 MS ധോണി കേസ് ഫയൽ ചെയ്തിരുന്നു. 100 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു ധോണിയുടെ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഇതേ തുടർന്ന് ഇടക്കാല ഉത്തരവിൽ ധോണിക്കെതിരെ അപകീർത്തികരമായ പ്രസ്താവന നടത്തുന്നതിൽ നിന്നും സമ്പത് കുമാറിനെ കോടതി വിലക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീടും സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എതിരെ സമ്പത് കുമാർ നടത്തിയ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടി ധോണി നൽകിയ ഹർജി കോടതി ഫയൽ സ്വീകരിച്ചിരുന്നു. ഈ കോടതി അലക്ഷ്യ കേസിലാണ് നിലവിലെ കോടതി നടപടി. ധോണിയുടെ അപകീർത്തി കേസിന്റെ എതിർ സത്യവാങ്മൂലത്തിനായിരുന്നു സമ്പത് കുമാറിന്റെ ജുഡീഷ്യറിക്കെതിരായ പരാമർശം നടത്തിയത്. അങ്ങനെ ധോണി ദ റിയൽ ഹീറോ എന്ന വീണ്ടും തെളിയിക്കുകയാണ്.